ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ ലോഹങ്ങളും ലോഹനിർമ്മാണവും എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. പാർട്ട് 1-ൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അയിരുകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? അയിരുകൾ എന്താണെന്ന് പഠിച്ചു, അയിരിന് ഓരോ എക്സാമ്പിൾസ് പഠിച്ചു. കൂടാതെ ലോഹ നിഷ്കർഷണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റലർജി. എന്താണ് ലോഹ നിഷ്കർഷണം? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേരുന്നതാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സ്റ്റെപ്പിൽ ഒന്നുകിൽ അപദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ അയിരിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചാണ് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണവുമായി റിലേറ്റഡ് ആയിട്ട് 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അവിടെ എന്ന് പറയുമ്പോൾ അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറവും അയിരിൻ്റെ സാന്ദ്രത കൂടുതലും ആയിട്ടുള്ള കേസാണ് അല്ലേ? അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ലെവിഗേഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. രണ്ടാമത് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അവിടെ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും, അയിരിന് സാന്ദ്രത കുറവുമായിരിക്കും. പ്രത്യേകിച്ച് സൾഫൈഡ് അയിരുകളാണ് ഈ പ്ലവന പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓക്സൈഡ് അയിരുകൾ ലെവിഗേഷൻ വഴിയാണ് സാന്ദ്രണം ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ വരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? കാന്തിക വിഭജനം. ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിന് എന്തുണ്ടാവണം? ഏതെങ്കിലും ഒന്നിന് കാന്തിക പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കാന്തിക വിഭജനം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യാം. പിന്നുള്ളതാണ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുയോജ്യമായിട്ടുള്ള ലായനിയിൽ അനുയോജ്യമായിട്ടുള്ള അയിര് ചേർക്കുമ്പോൾ അവിടെ രാസപ്രവർത്തനം നടന്ന് അത് അവിടെ ലയിച്ച് ഒരു ലായനി ഉണ്ടാവും അല്ലേ? എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? അവിടെ ഗ്യാങ് അല്ലെങ്കിൽ അവിടുത്തെ അപദ്രവ്യം അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. അതിനെ നമുക്ക് അരിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ബോക്സൈറ്റ് ആണ്, അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് ആണ് ഈ രീതിയിൽ പ്രത്യേകിച്ചും സാന്ദ്രണം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ ഒക്കെ നമ്മൾ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് പോലെയുള്ള ലായനികൾ യൂസ് ചെയ്തിട്ടാണ് സ്വർണവും അതുപോലെ തന്നെ സിൽവറും ഒക്കെ നമുക്ക് സാന്ദ്രണം ചെയ്തെടുക്കാവുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ലോഹ നിഷ്കർഷണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഓക്കെ, ലോഹങ്ങൾക്ക് വ്യത്യസ്തമായ പ്രവർത്തന ശേഷിയാണ് ഉള്ളത് അല്ലേ? കുറേ ലോഹങ്ങൾക്ക് എന്താണ്? നല്ല റിയാക്ടിവിറ്റി ഉള്ളതുണ്ട്, നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ചിലത് റിയാക്ട് ചെയ്യാത്തതുണ്ട്. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് ആദ്യം പഠിക്കണം. അപ്പോൾ ക്രിയാശീല ശ്രേണിയിൽ എങ്ങനെയാണ് ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കാം കേട്ടോ. ഇത് തന്നിട്ടുള്ളതാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഈ ക്രിയാശീല ശ്രേണി കണ്ടോ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രിയാശീലത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന ക്രമത്തിലാണ് ഈ ഒരു സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിയാശീല ശ്രേണി നമ്മൾ പഠിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കൊരു കോഡിലൂടെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ കോഡൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഈ ഒരു ക്രിയാശീല ശ്രേണി ഈ ഒരു കോഡിലൂടെ പഠിക്കാം. ആദ്യം നോക്കിയേ, ആദ്യത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന ക്രമത്തിലാണ് ഈ ഒരു സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെറ്റൽ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഉയർന്ന ക്രിയാശീലതയുള്ള സംയുക്തങ്ങളുള്ള ലോഹങ്ങളെയാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രജനെ വെച്ചിട്ടാണ് ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ മുകളിലുള്ള കാര്യങ്ങൾക്ക് റിയാക്ടിവിറ്റി കൂടുതലും ഹൈഡ്രജൻ്റെ താഴെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ടിവിറ്റി കുറവ്, ക്രിയാശീലത കുറവ് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ പ്ലേസ് ഒന്ന് നോക്കുക. ലെഡിൻ്റെയും കോപ്പറിൻ്റെയും ഇടയ്ക്കാണ് ഹൈഡ്രജൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഈ ഒരു കോഡിലേക്ക് വരാം. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് PSC ഒരുപാട് നാളായിട്ട് PSC പഠിക്കുന്ന കുട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു കോഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. PSC എക്സാം എഴുതാനായിട്ട് മാസിൻ എന്ന പേരുള്ള ഒരു കുട്ടി പോവുകയാണ്. PSC എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ടിന്നിലായിട്ട് കുറച്ച് ലഡു ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൻ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ബലൂൺ, പോകുന്ന വഴിക്ക് തന്നെ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ കാണുന്നുണ്ട്.
അവൻ പോയത് കോപ്സിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്, പോലീസിൻ്റെ. ഓക്കെ, കോപ്സിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. കോപ്സിൻ്റെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡായി. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡായി. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ നാട്ടിൽ നിന്ന് അവന് ആദരവൊക്കെ ലഭിക്കുകയാണ്. അപ്പോൾ അവന് ആ ആദരവിൻ്റെ ഭാഗമായിട്ട് സിൽവർ, ഗോൾഡ് മെഡലുകളൊക്കെ ലഭിച്ചു. ഇത്രയേ ഉള്ളൂ, ക്രിയാശീല ശ്രേണി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നോക്കാം നമുക്ക്. നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു സിമ്പിൾസ് വെച്ചിട്ട് ഈ ഒരു കോഡ് നോക്കരുത്. ഇതിൻ്റെ ഈ ഒരു പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് വേണം ഈ ഒരു കോഡ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുമേ. ഓക്കെ, അപ്പോൾ നമുക്ക് വരാം, നമ്മുടെ കോഡിലേക്ക് വരാം, നോക്കാം. ഇതാ ക്രിയാശീല ശ്രേണി തുടങ്ങുകയാണ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് അലുമിനിയം വരെ നോക്കാം. ഇതാ അലുമിനിയം വരെ നോക്കി. PSC എക്സാം എഴുതാനായിട്ട് മാത്സിന് എന്ന കുട്ടി പോയി. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്, പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, പിന്നെ M മഗ്നീഷ്യം, A അലുമിനിയം. അപ്പോൾ PSC എക്സാം എഴുതാനായിട്ട് പോയത് ആരാണ്, മാസിൻ എന്ന് പറയുന്നൊരു കുട്ടി. അപ്പോൾ ആദ്യത്തെ ഇത്ര എണ്ണം കിട്ടിയല്ലോ, ആദ്യത്തെ 5 എണ്ണം കിട്ടി. PSC എക്സാം എഴുതാനായിട്ട് മാസിൻ എന്ന് പറയുന്നൊരു കുട്ടി പോയി PSC എക്സാം എഴുതാനായിട്ട്. അപ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ക്രിയാശീലവും സ്ഥിരതയുള്ള സംയുക്തങ്ങളുമുള്ള ലോഹങ്ങളാണ് ഈ 5 എണ്ണം. ഉയർന്ന ക്രിയാശീലത, ഉയർന്ന റിയാക്ടിവിറ്റി കൂടുതലും സ്ഥിരതയുള്ള സംയുക്തങ്ങളുമുള്ള ലോഹങ്ങളാണ് ഈ 5 എണ്ണം. ഏതൊക്കെ? PSC എക്സാം എഴുതാനായിട്ട് മാത്സിനാണ് പോയത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നിവ. ഇനി അടുത്തത് നോക്കിയേ, PSC എക്സാം എഴുതാനായിട്ട് പോയ മാസിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ടിന്നിൽ ലഡു ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ സിങ്ക്, പിന്നെ അയൺ, ഈ ഐ കാണിച്ചിരിക്കുന്നത് അയണിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് കേട്ടോ. അപ്പോൾ സിങ്ക്, അയൺ, ടിന്നിനകത്താണ് എന്തുള്ളത്, ലഡു ഉള്ളത്. ഇതാണ് ടിന്ന്. ഓക്കെ, ടിന്നിനകത്താണ് എന്തുള്ളത്, ലഡു ഉള്ളത്. ഓക്കെ, അപ്പോൾ ടിന്ന്, ലെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ, സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്. അപ്പോൾ ഈ 4 എണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ താരതമ്യേന മിതമായ ക്രിയാശീലതയുള്ള എന്നാൽ സ്ഥിരതയുള്ള സംയുക്തങ്ങളുള്ള ലോഹങ്ങളാണ് സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഞാനൊരു N ഇട്ടേക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു കോഡ് അനുസരിച്ച് ഇവിടെ ഒരു N കൂടി വന്നിട്ടുണ്ട് അല്ലേ, അതായത് നിക്കലാണ് കേട്ടോ. സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ് എന്ന രീതിയിലാണ് പഠിക്കേണ്ടത്. സിങ്ക്, അയൺ, നിക്കൽ, NI ഉണ്ട് കേട്ടോ നിക്കലിന്. ഓക്കെ, സിങ്ക്, അയൺ, നിക്കൽ, സിങ്ക്, അയൺ, നിക്കൽ. ഇവിടെയാണ് നിക്കലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണേ. സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ് ഇവയെ സംബന്ധിച്ച് താരതമ്യേന മിതമായ ക്രിയാശീലത ഉള്ള എന്നാൽ സ്ഥിരമായിട്ടുള്ള സംയുക്തങ്ങളുള്ള ലോഹങ്ങളാണ് ഏത്, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. അപ്പോൾ 10 എണ്ണം ആയല്ലോ. അപ്പോൾ ഈ ലെഡും കോപ്പറും അതിൻ്റെ ഇടയ്ക്കാണ് ഹൈഡ്രജൻ വരുന്നത്. ഈ ഹൈഡ്രജൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഈ ലോഹങ്ങൾക്കൊക്കെ എന്താണ്, റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അതിന് താഴെയുള്ളതിനൊക്കെ റിയാക്ടിവിറ്റി കുറവായിരിക്കും. ഇനി ഹൈഡ്രജൻ്റെ താഴെയുള്ള കാര്യങ്ങളാണ് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇത് കണ്ടോ, ഏത് എക്സാം എഴുതാനാണ് പോയത്, കോപ്സിൻ്റെ എക്സാം. കോപ്പ് വരെ നോക്കിയാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കോപ്സിൻ്റെ എക്സാം എഴുതാനായിട്ട് പോയപ്പോൾ അവൻ എന്ത് ചെയ്തു, മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയി. മെർക്കുറിയാണ് കേട്ടോ, മെർക്കുറി മാത്രമേ ഇവിടെ ഉള്ളൂ. മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയി. അന്നേരം അവന് സിൽവർ മെഡലും ഗോൾഡ് മെഡലുമാണ് ആദരവിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചത്. അപ്പോൾ കോപ്സ് എക്സാം എന്ന് പറയുമ്പോൾ ഇവിടെ കോപ്പർ കിട്ടണം, പിന്നെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെർക്കുറി ലഭിക്കണം, പിന്നെ സിൽവറും ഗോൾഡും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രിയാശീലവും സംയുക്തങ്ങളുടെ സ്ഥിരതയും വളരെ കുറഞ്ഞ പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ. റിയാക്ഷൻ കൂടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡും സിൽവറും ഒക്കെ കുറേയൊക്കെ സ്വതന്ത്ര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എങ്കിലും അവയിൽ അവതരിപ്പിങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് പോലുള്ള ലോഹങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ലായനി ഉണ്ടാക്കി ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്ന കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്കിലും സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയിട്ടും ചെറിയ രീതിയിലുള്ള അപദ്രവ്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് ഇവയൊക്കെയാണിത് ക്രിയാശീലവും സംയുക്തങ്ങളുടെ സ്ഥിരതയും വളരെ കുറവായിട്ടുള്ളതും പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള ലോഹങ്ങൾ.
ഓക്കെ അല്ലേ? അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൻ്റെ കോഡ് നമുക്കൊന്നുകൂടെ നോക്കാം. PSC എക്സാം എഴുതാനായിട്ട് മാസൻ എന്ന് പറയുന്നൊരു കുട്ടി ടിന്നിൽ ലഡുവുമായിട്ട് പോയ വഴിക്ക് അവൻ ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടു. ഏത് എക്സാം എഴുതാനാണ് പോയത്? കോപ്സിൻ്റെ, പോലീസിൻ്റെ കേട്ടോ. അപ്പോൾ കോപ്സ് എന്ന് പറയുമ്പോൾ പോലീസ് എന്നതാണ് ഓർക്കേണ്ടത്. കോപ്സിൻ്റെ കോപ്പറാണ് ഓർക്കേണ്ടത് കേട്ടോ. അതായത് കോപ്സ് എന്ന് പറയുമ്പോൾ പോലീസ് ആണെന്നുള്ളതാണ് കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കോപ്സിൻ്റെ എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എഴുതിയിട്ട് അവൻ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ നാട്ടിൽ നിന്ന് ആദരവൊക്കെ ലഭിച്ചു. സിൽവർ, ഗോൾഡ് മെഡലുകളൊക്കെ അവന് ലഭിച്ചു. അപ്പോൾ അറിയാലോ. ഇനി ഈ കോഡ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് ഈ റിയാക്ടിവിറ്റി സീരീസിൽ വരുന്ന ലോഹങ്ങൾ എന്നൊന്ന് പറയണേ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. ഹൈഡ്രജനാണ് പിന്നെ വരുന്നത് അല്ലേ? ഹൈഡ്രജൻ. പിന്നെ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഓക്കെ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. മെർക്കുറിയുടെ അയിരുകളെ നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കി ഈ ലോഹത്തെ എളുപ്പത്തിൽ വേർതിരിക്കാം. താരതമ്യേന മിതമായ ക്രിയാശീലതയുള്ളത് ഏതൊക്കെയാണ്? സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങളുടെ അയിരുകൾ പൊതുവെ ഓക്സൈഡിൻ്റെയോ സൾഫൈഡിൻ്റെയോ കാർബണേറ്റിൻ്റെയോ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ZnCO3, ZnS, Fe2O3. Fe2O3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേമറ്റൈറ്റ് ആണ് അല്ലേ? മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു? Fe3O4 ആണ്. ഓക്കെ, ZnO2, PbS ഇതൊക്കെ എന്താണ്? താരതമ്യേന മിതമായ ക്രിയാശീലതയുള്ള സിങ്ക്, അയൺ, അതുപോലെ ടിന്ന്, മെർക്കുറി ഇവയുടെയൊക്കെ ലോഹങ്ങളുടെ അയിരുകൾ പൊതുവെ ഓക്സൈഡിൻ്റെയോ സൾഫൈഡിൻ്റെയോ കാർബണേറ്റിൻ്റെയോ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഇവയിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്നതിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്നു. അപ്പോൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ 2 ഘട്ടങ്ങളായിട്ടാണുള്ളത്. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പരിപാടി. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പരിപാടിയുണ്ട്. അതിലാണ് കാൽസിനേഷനും അതുപോലെ തന്നെ റോസ്റ്റിങ്ങും വരുന്നത്. നമ്മൾ പഠിക്കൂട്ടോ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതിനുശേഷം ഈ ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഠിക്കാനുണ്ട്. മനസ്സിലായോ? സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സാന്ദ്രീകരിച്ച അയിരിനെ ആദ്യം ഓക്സൈഡ് ആക്കും, പിന്നെ ഓക്സൈഡ് ആക്കിയിട്ടുള്ള അയിരിനെ നിരോക്സീകരിക്കുകയും വേണം. അപ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാൽസിനേഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കാൽസിനേഷൻ നോക്കാം. കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ അടങ്ങിയ ലോഹ സംയുക്തങ്ങളെ കാൽസിനേഷൻ എന്ന പ്രക്രിയ വഴിയാണ് ഓക്സൈഡുകളാക്കി മാറ്റുന്നത്. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് ഓക്സൈഡുകളാക്കി മാറ്റുന്നതിലെ ഒരു പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ കാൽസിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോഹ കാർബണേറ്റുകളും ഈ ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡുകളായി മാറുന്ന പ്രോസസ്സ്, അതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും. കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. കാൽസ്യം കാർബണേറ്റ്, അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ വിഘടിച്ച് ഓക്സൈഡായി മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, സാന്ദ്രീകരിച്ച അയിരിനെ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അയിരിൻ്റെ സാന്ദ്രണമാണ് അല്ലേ? അപ്പോൾ 4 മെത്തേഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ അയിരിനെ സാന്ദ്രണം ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. ഈ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ പരിമിതമായ അളവിലോ അസാന്നിധ്യത്തിലോ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സാന്ദ്രീകരിച്ച അയിരിനെ ഒന്നുകിൽ വായുവിൻ്റെ പരിമിതമായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാൽസിനേഷൻ. അപ്പോൾ ഇവിടെ കാൽസിനേഷനും ഉണ്ട്, റോസ്റ്റിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ പരിമിതമായ അളവിലോ അല്ലെങ്കിൽ അസാന്നിധ്യത്തിലോ ആണ് എന്ത് ചെയ്യുന്നത്? ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന നിലയിൽ ചൂടാക്കുന്നത്. ഓക്കെ, അതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ
ചൂടാക്കിയിട്ട് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയിട്ട് ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടു കാൽസ്യം കാർബണേറ്റിന് താപം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇത് ഇവിടെ CO3 വിഘടിച്ചിട്ട് കാൽസ്യത്തിൻ്റെ ഈ കാർബണേറ്റിൻ്റെ ഒരു ഓക്സിജൻ കാൽസ്യത്തിൻ്റെ കൂടെ പോയി മറ്റേത് കാർബൺ ഡൈ ഓക്സൈഡായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി സിങ്ക് കാർബണേറ്റ് അവിടെ എന്താ ചെയ്യുന്നത്, ഇത് സിങ്ക് ഓക്സൈഡായിട്ട് മാറും. അതേപോലെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസായി പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഓക്സിജൻ്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിലാണ് ഇവിടെ നമുക്ക് കാൽസിനേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്, മനസ്സിലായോ? വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അവിടെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെ ഓക്സൈഡായി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓക്സിജൻ്റെ ഒരു പ്രസൻസോടെ വേണം അല്ലേ. ഇവിടെ കണ്ടോ CO3 ഉണ്ട്, ഇവിടെ ഒരു CO3 ഉണ്ട്, O3 ഉണ്ട്, കണ്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് താപം കൊടുക്കുമ്പോൾ അത് കാൽസ്യം ഓക്സൈഡായിട്ട് മാറി. ഇവിടെ കണ്ടോ, ഇവിടെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്, കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓയുടെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാൽസിനേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസായി പോവുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് റോസ്റ്റിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ്. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിൻ്റെ അസാന്നിധ്യത്തിലും ഓക്സൈഡാക്കി മാറ്റുന്ന പ്രോസസ്സുമാണ്. ഇനി റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നത് റോസ്റ്റിംഗ്. ഇനി ഇവിടെ നോക്കിയേ, സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ് എന്നിവയെ വളരെ എളുപ്പത്തിൽ ഈ രീതി ഉപയോഗിച്ച് ഓക്സൈഡാക്കി മാറ്റാം. നോക്കിയേ, സിങ്ക് സൾഫൈഡിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, താപം കൊടുത്തു അല്ലേ, ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ സിങ്ക് ഓക്സൈഡ്, അതുപോലെ SO2 ഇവിടെ സിലിക്കയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ. ഇനി PbS എന്താണ്, അതിൻ്റെ കൂടെ അതുപോലെ നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന എന്താണ്, ലെഡ് ഓക്സൈഡും അതുപോലെ തന്നെ സിലിക്കയുമാണ് ഫോം ചെയ്യുക. ഓക്കെ അല്ലേ, PbO. ക്ലിയർ അല്ലേ. ഇനി സാന്ദ്രീകരിച്ച അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. ഈർപ്പരഹിതവും ശുദ്ധവുമായ ഓക്സൈഡ് അയിരുകളാക്കി ഇവ മാറുകയും ചെയ്യുന്നു. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ഈർപ്പം ബാഷ്പമായിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൾഫൈഡ് അയിരുകളൊക്കെ നമ്മുടെ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ടാണ് മാറുന്നത്. സൾഫൈഡ് അയിരുകളാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സൾഫൈഡ് അയിരുകളാണ് റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. സൾഫൈഡ് അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട് അവ എന്തായിട്ട് മാറും, അതിലെ ജലാംശമൊക്കെ നഷ്ടപ്പെടുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നോക്കിയേ, കോപ്പർ സൾഫൈഡ് Cu2S, ഈ അയിര് റോസ്റ്റിങ്ങിന് ശേഷം എന്തായിട്ടായിരിക്കും മാറുക, SO2 പുറത്തു പോകും. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ കോപ്പർ ഓക്സൈഡായിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സൾഫൈഡ് അയിരുകളെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഓക്സിജൻ്റെ പ്രസൻസ് ഉള്ളതിനെയാണ് നമുക്ക് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കാൽസിനേഷൻ്റെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഓക്സൈഡുകളാക്കി മാറ്റാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഓക്സൈഡ് ആക്കിയല്ലോ. ഇപ്പോൾ നമ്മൾ ഒന്നുകിൽ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓക്സൈഡുകളാക്കി. ഇനി ഈ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടുള്ള അയിരിനെ നിരോക്സീകരണം ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഓക്സൈഡ് ആക്കിയിട്ടുള്ള അയിരിൽ നിന്ന് ഒന്നുകിൽ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വഴി ഓക്സൈഡ് ആക്കിയിട്ടുള്ള അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഹ സംയുക്തങ്ങളിൽ നിന്ന് ലോഹം വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നിരോക്സീകരണം. നോക്കാം ഈ ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഇവിടെ കണ്ടോ, സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് വേർതിരിക്കുന്ന ഒരു പ്രവർത്തനം. ഇപ്പോൾ സിങ്ക് ഓക്സൈഡുകളിനകത്ത് അതിൽ നിന്ന് സിങ്കിനെ വേർതിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ശുദ്ധീകരിക്കാനായിട്ട് ഇതിനകത്തോട്ട് കോക്കാണ് ഉപയോഗിക്കുന്നത്. കോക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരിക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ടോ അപ്പോൾ ഈ കോക്ക് ഇവിടുത്തെ ഓക്സിജനുമായി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. സിങ്ക് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇരുമ്പ്, സിങ്ക്, ടിന്ന് തുടങ്ങിയ മിതമായ ക്രിയാശീലതയുള്ള ലോഹങ്ങളെ അവയുടെ ഓക്സൈഡ് അയിരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, സിങ്ക്, ടിന്ന് തുടങ്ങിയ മിതമായ ക്രിയാശീലതയുള്ള ലോഹങ്ങളെയാണ് നമുക്ക് കോക്ക് ഉപയോഗിച്ചിട്ട് നിരോക്സീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ഉയർന്ന താപനിലയിൽ ഓക്സിജനുമായി പ്രവർത്തിക്കാനുള്ള പ്രവണത കാർബണിന് വളരെ കൂടുതലായതിനാൽ അയിരിൽ നിന്ന് എളുപ്പത്തിൽ ഓക്സിജനെ വേർതിരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിരോക്സീകരണത്തിന് നമ്മൾ ക്രിയാശീലത താരതമ്യേന കുറഞ്ഞ ലോഹങ്ങൾക്ക്, ഇരുമ്പ്, സിങ്ക്, ടിന്ന് എന്നിവയ്ക്കൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഒപ്പം കാർബണിൻ്റെ ഒരു രൂപാന്തരമായ കോക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ കോക്ക് ഓക്സൈഡുമായിട്ട്, സിങ്ക് ഓക്സൈഡിലെ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ചവരാണ് ഇവിടെ എന്ത് ചെയ്തത്? കാർബൺ മോണോക്സൈഡ് ഉണ്ടായത്. ആ കേസിൽ അവിടെ സിങ്ക് സ്വതന്ത്രമാവുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് ഇപ്പോൾ ക്രിയാശീലത കുറഞ്ഞതിൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിയാശീലത കൂടിയതിനെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങൾ. ഉയർന്ന ക്രിയാശീലത എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നവ. അപ്പോൾ ഈ ലോഹങ്ങളായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം മുതലായവയെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തിയേറിയ നിരോക്സീകാരികളാണ് ആവശ്യമായിട്ടുള്ളത്. വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഇത്തരം ലോഹങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ വേർതിരിക്കുന്ന ലോഹങ്ങളാണ് ഏതൊക്കെ? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നീ പറയുന്നതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നോക്കിയേ, അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന രീതി വൈദ്യുത വിശ്ലേഷണം വഴി ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നിവയൊക്കെ എന്താണ്? റിയാക്ടിവിറ്റി കൂടിയതാണ്. അപ്പോൾ അവയെ നിരോക്സീകരിക്കാനായിട്ട് ശക്തിയേറിയിട്ടുള്ള നിരോക്സീകാരിയാണ് വേണ്ടത്. അതിന് നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാം. ഇനി കോക്ക് ഉപയോഗിച്ച് നിരോക്സീകരണം നടത്തിയത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ക്രിയാശീലത കുറഞ്ഞ ഇരുമ്പ്, സിങ്ക്, ടിന്ന് എന്നിവയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതുപോലെ തന്നെ നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കിയിട്ട് നമുക്ക് വേർതിരിക്കാവുന്നത് മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറിയുടെ അയിരായിട്ടുള്ള സിന്നബാറിൽ നിന്ന് നമുക്ക് മെർക്കുറിയെ നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കിയാൽ വേർതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മളിവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇനി ലോഹ ശുദ്ധീകരണം, അതായത് തേർഡ് മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ലോഹ നിഷ്കർഷണത്തിൻ്റെ തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അയിരുകളുടെ സാന്ദ്രണമാണ്. രണ്ടാമത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ്. ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അതിനെ ഓക്സൈഡ് ആക്കണം അല്ലേ? ഓക്സൈഡ് ആക്കാൻ രണ്ട് പ്രോസസ്സ് പഠിച്ചു, കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ചെയ്യുന്നതെങ്കിൽ റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് ഈ ഓക്സൈഡ് ആക്കിയിട്ടുള്ള അയിരുകളെയൊക്കെ നിരോക്സീകരിക്കാൻ വേണ്ടിയിട്ട് റിയാക്ടിവിറ്റി കുറഞ്ഞതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോക്കുമായിട്ടൊന്ന് റിയാക്ട് ചെയ്യിച്ചാൽ മതി. അതേപോലെ തന്നെ റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി വിശ്ലേഷണത്തിലൂടെയൊക്കെയാണ് വേർതിരിക്കാനായിട്ട് പറ്റുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞു. ഇനി ലോഹം ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹത്തോടൊപ്പം മറ്റ് മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ അപദ്രവ്യങ്ങളായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെയും അതിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവമനുസരിച്ച് എപ്പോഴും ലോഹശുദ്ധീകരണത്തിനാണെങ്കിലും സാന്ദ്രണത്തിനാണെങ്കിലും ഏത് മെത്തേഡിനാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് അതിനകത്തുള്ള ലോഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിലുള്ള അപദ്രവ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഏത് മെത്തേഡാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ സാന്ദ്രണം ചെയ്ത അയിരിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? അതിനോടൊപ്പം മറ്റ് മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ ഒക്കെ അപദ്രവ്യങ്ങളായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ശുദ്ധമായിട്ടുള്ള ലോഹം നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് വിവിധ രീതികൾ ഇതിനു വേണ്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഉരുക്കി വേർതിരിക്കലാണ്. ലിക്വേഷൻ എന്ന് പറയും.
ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് അശുദ്ധലോഹത്തെ ചൂടാക്കുന്നു. അപ്പോൾ ശുദ്ധലോഹം അപദ്രവ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകുകയും ശേഖരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ടിന്ന്, ലെഡ് തുടങ്ങിയ താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ ഈ രീതിയിലാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോഹത്തിൻ്റെ കൂടെ നോക്കിയ ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യത്തിന് ദ്രവണാങ്കം കൂടുതലാണ്, ആ രീതിയിൽ കലർന്നിരിക്കുന്നവയാണെങ്കിൽ ഒരു ഫർണസിൻ്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് ഈ അശുദ്ധ ലോഹത്തെ അങ്ങ് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യത്തിൽ നിന്ന്, ശുദ്ധലോഹത്തിന് എന്താണ് ഇവിടെ ദ്രവണാങ്കം കുറവാണ്. അപ്പോൾ ദ്രവണാങ്കം കുറവായിട്ടുള്ള ശുദ്ധലോഹം എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ അപദ്രവ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകും. ഈ രീതിയിൽ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റുന്നത് ടിന്നും ലെഡുമാണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു പ്രോസസ്സ് എന്താണ്? സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. സ്വേദനം എന്ന് പറയുമ്പോൾ തിളനില ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞത്? ദ്രവണാങ്കം ബേസ് ചെയ്തിട്ടാണ് ഉരുക്കി വേർതിരിക്കുന്നത്. സ്വേദനമാണെങ്കിൽ തിളനില ബേസ് ചെയ്തിട്ടാണ്. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി പ്രയോജനപ്പെടുത്തുന്നത്. അപദ്രവ്യം അടങ്ങുന്ന ലോഹത്തെ അനുയോജ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പം ഘനീഭവിക്കുമ്പോൾ, ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുമ്പോൾ ശുദ്ധമായ ലോഹം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വേദനം പ്രോസസ്സിലൂടെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് പറ്റുന്നത് ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നീ കപട സംക്രമണ മൂലകങ്ങളാണ് ഈ രീതിയിൽ വേർതിരിക്കാനായിട്ട് പറ്റുന്നത്. ഈ കപട സംക്രമണ മൂലകങ്ങളെയൊക്കെ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് അറിഞ്ഞു വെക്കുക. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ഈ ഒരു മാർഗം ഉപയോഗിച്ചിട്ടാണ് സ്വേദനം പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവയെ വേർതിരിക്കുന്നത്. കപട സംക്രമണ മൂലകങ്ങൾക്ക് തിളനില കുറവാണ്. അപ്പോൾ തിളനില കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അപദ്രവ്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശുദ്ധലോഹം മാത്രമാണ് ബാഷ്പീകരിക്കുന്നത്. ഈ ബാഷ്പം കളക്ട് ചെയ്തിട്ട് പിന്നീട് അതിനെ തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ശുദ്ധമായിട്ടുള്ള ലോഹം ലഭിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് വരുന്നത്. നോക്കാം. ഇവിടെ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്, ഏത് കേസിലാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്? റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ അശുദ്ധലോഹം ആനോഡായിട്ടും ശുദ്ധലോഹത്തിൻ്റെ കനം കുറഞ്ഞ കഷ്ണം കാഥോഡായിട്ടും ഉപയോഗിക്കുന്നു. ഇതേ ലോഹത്തിൻ്റെ തന്നെ അനുയോജ്യമായ ലവണലായനി ഇലക്ട്രോലൈറ്റായിട്ടും ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തിവിടുമ്പോൾ ആനോഡിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിഞ്ഞ് കാഥോഡിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ചെമ്പ്, സ്വർണം, വെള്ളി പോലെയുള്ള ലോഹങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ, അശുദ്ധലോഹം ആനോഡായിട്ട് യൂസ് ചെയ്യണം. ശുദ്ധലോഹത്തിൻ്റെ ഒരു കനം കുറഞ്ഞ കഷ്ണം നമ്മൾ കാഥോഡിലും കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇതേ ലോഹത്തിന് തന്നെ അനുയോജ്യമായിട്ടുള്ളൊരു ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈദ്യുതി കടത്തിവിട്ട് കഴിയുമ്പോൾ ആനോഡിൽ നിന്ന് ശുദ്ധലോഹം മാത്രം വേർതിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, കാഥോഡിൽ പോയി പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, കോപ്പർ, സിങ്ക് കൂടാതെ നമ്മുടെ സ്വർണം, വെള്ളി ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തത് ഇരുമ്പിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇരുമ്പിൻ്റെ നിർമ്മാണം. ഭൂവൽക്കത്തിൽ ഏകദേശം 5% ഇരുമ്പ് കാണപ്പെടുന്നുണ്ട്. ലഭ്യതയിൽ 2ാം സ്ഥാനമാണ് ഇരുമ്പിന് ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഇത് കണ്ടോ, ചിത്രം 6.5 എന്താ തന്നിരിക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്ന 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള സ്റ്റീൽ ടവറിലാണ് ഇരുമ്പ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഉൾവശം ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ഇഷ്ടികകളാൽ ആവരണം ചെയ്തിരിക്കുന്നു. സാന്ദ്രണം ചെയ്ത അയിര്, ചുണ്ണാമ്പ് കല്ല്, കോക്ക് എന്നിവയുമായി കലർത്തി കപ്പും കോണും സംവിധാനം വഴി ഫർണസിന് മുകളിൽ കൂടി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്.
ഇരുമ്പിൻ്റെ നിർമ്മാണം നടത്തുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്ന 25 മുതൽ ഈ ബ്ലാസ്റ്റ് ഫർണസിന് ഏകദേശം 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള ഒരു സ്റ്റീൽ ടവറാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ഇഷ്ടികകളൊക്കെ പാകി അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സാന്ദ്രണം ചെയ്ത അയിര് ചുണ്ണാമ്പ് കല്ല് നോക്കാട്ടോ, സാന്ദ്രണം ചെയ്ത അയിര് ചുണ്ണാമ്പ് കല്ല് കോക്ക് ഇവയെല്ലാം കൂടെ കലർത്തിയിട്ട് ഇവയ്ക്കൊരു പേര് പറയും. ഇതിൻ്റെ പേരാണ് ചാർജ് എന്ന് കേട്ടോ. ഈ ചാർജ് എന്നാണ് പറയുന്നത്. അതായത് ചുണ്ണാമ്പ് കല്ല്, കോക്ക്, അതുപോലെ സാന്ദ്രണം ചെയ്ത അയിര് ഇതെല്ലാം കൂടിയാണ് ചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ചാർജ് എന്താ ചെയ്യുക? ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് കൂടി കണ്ടോ, ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് കൂടിയിട്ട് ഇതിനുള്ളിലേക്കൊന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫർണസിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് അടിയിലൂടെ ചൂടുള്ള വായുപ്രവാഹം കടത്തുന്നു. ഈ വായുപ്രവാഹം കണ്ടോ, ഇവിടെ നല്ല കെൽവിൻ കണ്ടോ കൊടുത്തിരിക്കുന്നത്, നല്ല ചൂടിലാണ് അല്ലേ. അപ്പോൾ ചൂടുള്ള വായു പ്രവാഹമാണ് ഇതിൻ്റെ അടിയിലൂടെ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഫർണസിന് മുകളിൽ കൂടി ഈ ഒരു മിശ്രിതത്തിനാണ് ചാർജ് എന്നറിയപ്പെടുന്നത്. ഈ ചാർജിനകത്ത് എന്തൊക്കെയുണ്ട്? അയിരുണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, കോക്കുണ്ട്. ഇവ മൂന്നും കൂടി ഈ ഫർണസിന് മുകളിൽ കൂടി നിക്ഷേപിക്കുന്നു. ഈ മിശ്രിതത്തെ ചാർജ് എന്ന് വിളിക്കുന്നു. ഫർണസിൻ്റെ അടിഭാഗത്ത് നിന്നും ചൂടുള്ള വായുപ്രവാഹം ഫർണസിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഫർണസിൻ്റെ മുകളിൽ നിന്ന് ചാർജ് താഴോട്ട് വരുമ്പോൾ വിവിധ രാസമാറ്റങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നു. മനസ്സിലായോ? ഈ ചാർജ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ്. അയിര്, കോക്ക്, ചുണ്ണാമ്പ് കല്ല് എന്നിവയുടെ മിശ്രിതമാണ്. ഇതിങ്ങനെ താഴോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അടിയിൽ നിന്ന് നല്ല ചൂടുള്ള വായു മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടേൽക്കുമ്പോൾ ഈ ചാർജിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് രാസമാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ മുകളിലേക്കുള്ള വായു പ്രവാഹത്തിൽ കോക്ക് വായുവിലെ ഓക്സിജനുമായി സംയോജിക്കും. അപ്പോൾ ഇതിൽ ഈ ചൂട് വായു കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ കോക്ക് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും താപവും ഉണ്ടാകും. അതൊരു താപമോചക പ്രവർത്തനമാണ്. കോക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. വീണ്ടും അതിൽ കോക്ക് ഉണ്ടാവുമല്ലോ. കോക്ക് മുഴുവൻ അവിടെ കത്തിത്തീരില്ല. ഇട്ട് കൊടുത്ത ചാർജിലെ കോക്ക് കുറേയൊക്കെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ താപം ആഗിരണം ചെയ്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്തത്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുള്ള ഇരുമ്പയിരിൻ്റെ നിരോക്സീകരണമാണ് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനം. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ ഉള്ള ഇരുമ്പിൻ്റെ ഈ ഒരു Fe2O3 ഓക്സൈഡ് അയിരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ Fe അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുമ്പ് അവിടെ റിലീസ് ആവുന്നുണ്ട്. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് നിർമ്മാണത്തിൽ അയിരിനോടൊപ്പം ചുണ്ണാമ്പ് കല്ല് ചേർക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചുണ്ണാമ്പ് കല്ല് ചേർക്കുന്നത്? ഈ ചുണ്ണാമ്പ് കല്ല് വിഘടിക്കും അല്ലേ. ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുമ്പോൾ CaCO3 ആണ്. ഇത് വിഘടിച്ച് ഇവിടെ കാൽസ്യം ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവും. ഈ കാൽസ്യം ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ എന്താ ഫ്ലെക്സ്? പരമാവധി ശുദ്ധീകരിച്ച ഇരുമ്പയിരിലാണ് ഈ ഫർണസിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നത്. എങ്കിലും അയിരിൽ അടങ്ങിയിരിക്കുന്ന മണൽ, സിലിക്ക ഉണ്ടല്ലോ, സിലിക്ക പോലെയുള്ള അസിഡിക് സ്വഭാവമുള്ള അപദ്രവ്യങ്ങളെ ആദ്യഘട്ടത്തിലെ സാന്ദ്രണ രീതികൾ കൊണ്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഫ്ലെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ലോഹനിർമ്മാണ ഘട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അപദ്രവ്യത്തിന് ആസിഡിക് സ്വഭാവമാണുള്ളതെങ്കിൽ ബേസിക് സ്വഭാവമുള്ള പദാർത്ഥമാണ് ഫ്ലെക്സ് ആയിട്ട് ചേർക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ചുണ്ണാമ്പ് കല്ല് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ ചുണ്ണാമ്പ് കല്ലിന് എന്ത് സ്വഭാവമാണുള്ളത്? ബേസിക് സ്വഭാവമാണുള്ളത്. ഈ ചുണ്ണാമ്പ് കല്ല് വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ലൈമാണ് ഉണ്ടാവുന്നത്. ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും? ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CaCO3 നോക്കിയേ, CaCO3 എന്തായിട്ട് മാറും? താപം ആഗിരണം ചെയ്തുകൊണ്ട് CaO കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ഇതിലെ ഈ CaO കാൽസ്യം ഓക്സൈഡ് കണ്ടോ, ഈ ഹേമറ്റൈറ്റിലെ ഗ്യാങ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. സിലിക്കയ്ക്ക് എന്ത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. അപ്പോൾ ബേസിക് നേച്ചർ ആയിട്ടുള്ള ഈ ഒരു ഫ്ലെക്സ് ആണ് ചേർക്കുന്നത്. CaOയ്ക്ക് ബേസിക് സ്വഭാവമാണ്, സിലിക്കയ്ക്ക് അസിഡിക് സ്വഭാവമാണ്. അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? CaSiO3 സ്ലാഗ് ഫോം ചെയ്യും. ആ ഒരു സ്ലാഗ് എളുപ്പത്തിൽ ഉരുകി പോവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയിരിലെ ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണുള്ളതെങ്കിൽ ഫ്ലെക്സിന് അസിഡിക് സ്വഭാവമുള്ള നമ്മുടെ ഫ്ലെക്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ അല്ലേ? അപ്പോൾ
നമ്മളിപ്പോൾ പഠിച്ചത് ഇരുമ്പിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ്, പിന്നെന്താണ് മാഗ്നറ്റൈറ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി സാന്ദ്രണ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സാന്ദ്രണ മാർഗ്ഗം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഇരുമ്പല്ലേ, അപ്പോൾ ഇരുമ്പ് ഒന്നുകിൽ നമുക്ക് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാം, പിന്നീട് റോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അയിര് കിട്ടി. ഈ അയിരിനെ നമുക്ക് നിരോക്സീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? കാർബൺ ചേർത്തത്. മനസ്സിലായോ? അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ചാർജ് ഇട്ട് കൊടുത്തു. ചാർജ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയി? ഇതിൻ്റെ അയിര്, ഇരുമ്പിൻ്റെ അയിര്, കോക്ക്, ചുണ്ണാമ്പ് കല്ല് എന്നിവയുടെ മിശ്രിതം മുകളിലൂടെ ഇട്ട് കൊടുത്തു. അടിയിലൂടെ നല്ല ചൂടുള്ള വായു പ്രവാഹം കടത്തിവിട്ടു. ആദ്യം തന്നെ ഇതിലെ കോക്കിൻ്റെ റിയാക്ഷനാണ് നടക്കുന്നത്. കോക്ക് എന്താ ചെയ്യുന്നത്? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. വീണ്ടും ബാക്കിയുള്ള കോക്കുമായിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ വരുന്നത് കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഇവിടുത്തെ Fe2O3, ഇവിടുത്തെ അയിരില്ലേ ഹേമറ്റൈറ്റ്, Fe2O3 ഈ ഒരു ഹേമറ്റൈറ്റുമായിട്ട് ഈ കാർബൺ മോണോക്സൈഡ് പ്രവർത്തിക്കും. അവിടെ എന്ത് ചെയ്യും? അയൺ അവിടെ ഫോം ചെയ്യും. ഓക്കെ, അയൺ അവിടെ ഫോം ചെയ്യും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ഒരു സമയത്താണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ചുണ്ണാമ്പ് കല്ല് ആഡ് ചെയ്തതിൻ്റെ പ്രവർത്തനം വരുന്നത്. ചുണ്ണാമ്പ് കല്ല് വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമുക്കവിടെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ലഭിക്കും. ഈ കാൽസ്യം ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്? സിലിക്ക, അവിടുത്തെ സിലിക്കയുമായിട്ട്, അസിഡിക് നേച്ചറുള്ള സിലിക്കയുമായിട്ട് പ്രവർത്തിച്ചിട്ട് സ്ലാഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സും ഗ്യാങ്ങും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഫ്ലെക്സും ഗ്യാങ്ങും തമ്മിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സ്ലാഗ് ഉണ്ടാകുന്നത്. ഇതിൽ ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ഫ്ലെക്സ് ചേർക്കേണ്ടത് അസിഡിക് സ്വഭാവമുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതുപോലെ നേരെ തിരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധമായിട്ടുള്ള അയൺ ഇവിടെ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ഉരുകിയ സ്ലാഗില്ലേ, ഈ സ്ലാഗ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സ്ലാഗ് എന്താ ചെയ്യുന്നത്? ഇതിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുകിയ ഇരുമ്പിന് മീതെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. പിന്നെ പ്രത്യേകം കുഴൽ വഴി അല്ലെങ്കിൽ ടാപ്പ് വഴിയൊക്കെ നിശ്ചിത ഇടവേളകളിൽ ഇത് പുറത്തെടുക്കാം. ഇത് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? സിമൻറ്റ്, റോഡ് എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു സ്ലാഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ ഇരുമ്പിൽ 4% കാർബണും ചെറിയ തോതിൽ മറ്റു മാലിന്യങ്ങളായിട്ടുള്ള മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ എന്നിവയും അടങ്ങിയിരിക്കും. ഇതിനെ പിഗ് അയൺ എന്ന് പറയും. പിഗ് അയൺ അല്ലെങ്കിൽ കാരിരുമ്പ് എന്ന് പറയും. എന്താണ്? ഇതിൽ 4% ആണ് എന്ത്? കാർബൺ ഉള്ളത്. 4% കാർബൺ ആണുള്ളത്. ഇത് ഉരുകിയ ഇരുമ്പാണ്. പിഗ് അയൺ എന്ന് പറയുന്നത് ഉരുകിയ ഇരുമ്പാണ്. 4% കാർബൺ ആണുള്ളത്. പിഗ് അയണിനെയാണ് കാരിരുമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് ചെറിയ അളവിൽ എന്തുണ്ട്? മാംഗനീസ്, സിലിക്ക, ഫോസ്ഫറസ്, സൾഫർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇതിലെ അപദ്രവ്യത്തിൻ്റെ ശതമാനം കുറച്ചു കൊണ്ടുവന്നാൽ ലഭിക്കുന്ന ഇരുമ്പിനെ ഇഷ്ടമുള്ള രീതിയിൽ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ വാർപ്പിരുമ്പ് എന്ന് പറയും. അപ്പോൾ ഈ വാർപ്പിരുമ്പിനകത്ത് എന്താണ്? 2% കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്നു. 4% കൂടുതൽ കാർബൺ അടങ്ങിയ ഈ ഉരുകിയ ഇരുമ്പാണ് പിഗ് അയൺ എങ്കിൽ 2% കൂടുതൽ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ വാർപ്പിരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, താരതമ്യേന ശുദ്ധമായ ഇരുമ്പ്. അപ്പോൾ ഇതിൽ ശുദ്ധമായ ഇരുമ്പാണ് റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പ് എന്ന് പറയുന്നത്. പച്ചിരുമ്പാണ് ശുദ്ധമായിട്ടുള്ള ഇരുമ്പ്. ഓക്കെ, അപ്പോൾ അതിൽ 0.02% to 0.05% വരെ കാർബണും നേരിയ തോതിൽ ഫോസ്ഫറസ്, സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നേരിയ തോതിൽ ഇതിലെല്ലാം എന്തുണ്ട്? ഫോസ്ഫറസ്, സിലിക്ക, മാംഗനീസ്, സൾഫർ എന്നിവയൊക്കെ ഉണ്ട്. 0.02% മുതൽ 0.05% വരെ കാർബണാണ് ഈ പച്ചിരുമ്പിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, പച്ചിരുമ്പ് എന്ന് പറയുമ്പോൾ വൈദ്യുത കാന്തമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫിസിക്സ് പഠിച്ചില്ലേ? വൈദ്യുത കാന്തമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പ് ഉപയോഗിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. തൊട്ടടുത്ത പാട്ടിൽ അടുത്തൊരു ഭാഗം വീണ്ടും നമ്മൾ തുടരുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക്